തലമുറകളായി കേട്ടുകേട്ടു പ്രചരിക്കുന്ന, കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ രസിപ്പിക്കുന്ന തെന്നാലി രാമൻ കഥകൾ ഇതാ നിങ്ങളുടെ മുമ്പിൽ. E.A. കരുണാകരൻ നായർ. ഭദ്രകാളിയുടെ അനുഗ്രഹം. ഭദ്രകാളിയുടെ അനുഗ്രഹം കൊണ്ടാണ് തെന്നാലി രാമൻ വിദൂഷകനായി തീർന്നത്. ആ കഥ പറയാം. തെന്നാലി ഗ്രാമത്തിന്റെ അതിർത്തിയിൽ ഒരു കാളീക്ഷേത്രമുണ്ടായിരുന്നു. ബ്രാഹ്മണകുമാരനായ രാമൻ ദിവസവും ക്ഷേത്രത്തിൽ പോയി ദേവിയെ ആരാധിക്കും. ഒരു ദിവസം അമ്പലക്കുളത്തിൽ കുളിച്ച ശേഷം ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു അവൻ. അതിലെ നടന്നുപോയ ഒരു സന്യാസി അവനെ കണ്ട് അടുത്തു ചെന്നു. അദ്ദേഹം ചോദിച്ചു, "കുഞ്ഞേ, നീ എന്നും അമ്പലത്തിൽ വരാറുണ്ടോ?" "ഉവ്വ് സ്വാമി," രാമൻ പറഞ്ഞു. "നിനക്കു കാളീദേവിയെ അത്ര ഭക്തിയാണോ?" "അതെ, ദേവി എന്നെ കാത്തുരക്ഷിക്കും." "നീ ദേവിയെ കണ്ടിട്ടുണ്ടോ?" "ഇല്ല, അതിനുള്ള ഭാഗ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല." അല്പം കഴിഞ്ഞ് അവൻ ചോദിച്ചു, "എനിക്ക് ദേവിയെ കാണാൻ സാധിക്കുമോ?" "സാധിക്കും കുഞ്ഞേ," സന്യാസി പറഞ്ഞു. "നീ ദേവിയുടെ വലിയ ഭക്തനല്ലേ? തികഞ്ഞ ഏകാഗ്രതയോടെ ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചാൽ ദേവി നിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. പക്ഷേ ഒരു കാര്യം, കാണുമ്പോൾ നീ പേടിക്കരുത്. ഭദ്രകാളിക്ക് 1000 തലകളും അനേകം കൈകളും ഉണ്ടായിരിക്കും." "ഞാൻ എന്തിനു പേടിക്കണം സ്വാമി? ദിവസേന ദേവിയുടെ മുമ്പിൽ നമസ്കരിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നതല്ലേ." "കൊള്ളാം കുഞ്ഞേ, ദേവി നിന്നെ അനുഗ്രഹിക്കും. ദേവി പ്രത്യക്ഷപ്പെടുമ്പോൾ നല്ല വരം ചോദിച്ചു കൊള്ളണം." പ്രാർത്ഥിക്കേണ്ട വിധം രാമന് പറഞ്ഞു കൊടുത്ത ശേഷം സന്യാസി അദ്ദേഹത്തിന്റെ വഴിക്ക് പോയി. ദേവിയെ കാണാനുള്ള ആകാംക്ഷാ നിമിത്തം രാമൻ അന്ന് ക്ഷേത്രത്തിൽ തന്നെ താമസിച്ചു. സന്യാസി പഠിപ്പിച്ച മന്ത്രങ്ങൾ രാത്രി മുഴുവൻ ഏകാഗ്രതയോടെ അവൻ ജപിച്ചുകൊണ്ടിരുന്നു. രാത്രി അവസാനിക്കാറായതും വെളുപ്പിന് കോഴി കൂവിയതും അവൻ അറിഞ്ഞില്ല. "രാമ!" ആ ശബ്ദം പെട്ടെന്ന് അവന്റെ ചെവിയിൽ മുഴങ്ങി. ആരാണ് തന്റെ പേര് വിളിക്കുന്നത്? അവൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഭദ്രകാളി മുമ്പിൽ നിൽക്കുന്നു. സന്യാസി പറഞ്ഞതുപോലെ ദേവിക്ക് നിരവധി തലകളും കൈകളും ഉണ്ടായിരുന്നു. ആ മുഖങ്ങൾ ചുവന്നു തുടുത്തിരുന്നു. കണ്ണുകളിൽ നിന്ന് അഗ്നിജ്വാലകൾ പുറപ്പെട്ടിരുന്നു. ഭദ്രകാളിയുടെ രൂപം മുമ്പിൽ കണ്ടപ്പോൾ രാമൻ ഭയപ്പെട്ടില്ല. പകരം അവൻ ഉച്ചത്തിൽ ചിരിക്കുകയാണ് ചെയ്തത്. "രാമ!" കാളിക്ക് അത്ഭുതം തോന്നി. "എന്തിനാണ് നീ ചിരിക്കുന്നത്? നിനക്ക് ഒട്ടും ഭയമില്ലേ?" "അമ്മേ, ഞാൻ അവിടുത്തെ ഒരു ഉറച്ച ഭക്തനാണ്." ദേവിയെ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് അവൻ തുടർന്നു. "ഒരു മുടക്കവുമില്ലാതെ ദേവിയെ ഉപാസിക്കുന്നുമുണ്ട്. പിന്നെ ഞാൻ എന്തിനാണ് അവിടുത്തെ ഭയപ്പെടുന്നത്? നിനക്ക് അശേഷം ഭയമില്ലേ? അപ്പോൾ നീ എന്നെ കണ്ട് ചിരിച്ചതോ?" രാമൻ പുഞ്ചിരിയോടെ തന്നെ മറുപടി പറഞ്ഞു. "അയ്യോ എന്റെ അമ്മേ, എന്തു ചെയ്തിട്ടും എനിക്ക് ചിരി നിർത്താനാവുന്നില്ല. അവിടത്തെ മുഖങ്ങൾ കണ്ടാൽ എങ്ങനെ ചിരിക്കാതിരിക്കും?" ദേവി ആശ്ചര്യപ്പെട്ടു. "എന്റെ മുഖങ്ങൾ കണ്ടിട്ട് ചിരി വരുന്നോ? എന്താണ് അവയുടെ തകരാറ്?" "എന്റെ അമ്മേ, ഒരു മുഖമുണ്ടായിട്ട് തന്നെ ഒരു ജലദോഷം വരുമ്പോൾ ഞാൻ മൂക്കുചീറ്റി വശം കെട്ടു പോവുന്നു. ദേവിക്കെങ്ങാനും ജലദോഷം ബാധിച്ചാൽ 1000 മൂക്കുകളും ചീറ്റുന്ന കാര്യം ഓർത്തപ്പോൾ എനിക്ക് ചിരി വന്നു പോയി. അമ്മ എന്നോട് പൊറുക്കണം." ഭദ്രകാളിയും പൊട്ടിച്ചിരിച്ചുപോയി. രാമന്റെ നിഷ്കളങ്കതയും ധൈര്യവും ദേവിയെ വളരെയധികം സന്തോഷിപ്പിച്ചു. "രാമ, നിന്റെ ഭക്തിയിൽ ഞാൻ പ്രീതിയായിരിക്കുന്നു. നിന്റെ ധൈര്യത്തിലും എനിക്ക് സന്തുഷ്ടിയുണ്ട്. നിന്നെ ഇപ്പോൾ തന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു. നല്ലൊരു വിദൂഷകനായി തീർന്ന് എല്ലാവരെയും ചിരിപ്പിക്കുക. ഇനി വേഗം കൃഷ്ണദേവരായവരെ പോയി കാണണം. മഹത്തായ വിജയനഗര സാമ്രാജ്യം ഇപ്പോൾ ഭരിക്കുന്നത് അദ്ദേഹമാണ്. നീ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുക. ഇപ്പോൾ മുതൽ നീ വികടകവിയെന്ന് അറിയപ്പെടും." വികടകവി, കൊള്ളാം, രാമൻ മനസ്സിൽ പറഞ്ഞു. ഇടത്തുനിന്ന് വലത്തോട്ട് വായിച്ചാലും വലത്തുനിന്ന് ഇടത്തോട്ട് വായിച്ചാലും ഒരുപോലെ തന്നെ. ആ പേര് അവനിഷ്ടമായി. അവനെ അനുഗ്രഹിച്ച ശേഷം ദേവി അപ്രത്യക്ഷയായി. രാമൻ അത്ഭുത ശബ്ദനായിരിക്കുന്നു.
ഒരു സാധാരണ ബാലനായ തനിക്ക് കാളിദേവിയുടെ അനുഗ്രഹം കിട്ടിയതിൽ അവൻ ആഹ്ലാദിച്ചു.